ലോകം ഉറ്റുനോക്കുന്ന ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിലേക്ക് അമേരിക്ക രംഗപ്രവേശം ചെയ്യുന്നത് ഇറാന്റെ ആണിക്കല്ലുകൾ ഇളക്കിക്കൊണ്ടാണ്. നതാൻസ്, ഇസ്ഫഹാൻ, ഫോർദോ ഇറാന്റെ ഏറ്റവും മികച്ച ആണവശക്തി കേന്ദ്രങ്ങൾ. എന്തുകൊണ്ടാണ് ഈ 3 കേന്ദ്രങ്ങൾ തന്നെ അമേരിക്ക ബോംബിട്ടത്? എന്തായിരുന്നു അമേരിക്കയുടെ സ്ട്രാറ്റജി? ലോകത്തിലെ ശക്തരായ രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്ന എന്താണ് ഇവിടെയുള്ളത്? ഇസ്രയേൽ ഇറാൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം നിരവധി തവണയാണ് ഇസ്രയേൽ ഇവിടേക്ക് തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ അഴിച്ചുവിട്ടത്. എന്നാൽ ഇസ്രയേൽ ബോംബുകൾക്ക് ഈ ആണവ കേന്ദ്രങ്ങളെ തൊടാൻ കഴിഞ്ഞില്ല. ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇസ്രയേലിന് അമേരിക്കയുടെ സഹായമില്ലാതെ സാധിക്കില്ലായിരുന്നു. നതാൻസ്, ഫോർദോ മേഖലകളെ തകർക്കാനുള്ള ശേഷി ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് മാത്രമാണുള്ളത്. ഭൂഗർഭ ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ സാധിക്കുന്ന പ്രഹരശേഷിയുള്ള ബോംബുകളാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ. 15 ടണ്ണോളം ഭാരമുള്ള ഈ ബോംബുകൾ വഹിക്കാൻ കഴിയുന്നത് B-2 ബോംബർ വിമാനങ്ങൾക്കും. അമേരിക്കയുടെ കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും പ്രഹരശേഷിയുള്ള യുദ്ധവിമാനം B-2 ബോംബർ വിമാനങ്ങൾ. ലോകത്തിലെ ഏറ്റവും കാര്യക്ഷമമായ പോർവിമാനം. ഇറാനിലെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിലൊന്നാണ് നതാൻസ്. രാജ്യത്തിന്റെ ആണവ പദ്ധതിയുടെ പ്രധാന കേന്ദ്രമായ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം ഇവിടെ ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്നു. ആണവായുധങ്ങളും ആണവോർജവും നിർമ്മിക്കാൻ പ്രാപ്തിയുള്ള, യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ആണവ കേന്ദ്രമായ നതാൻസ് ഏത് ലോകരാജ്യത്തിന്റെയും ശ്രദ്ധാകേന്ദ്രമാണ്. മധ്യ ഇറാനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ നഗരമാണ് ഇസ്ഫഹാൻ. യുറേനിയം കൺവെൻഷൻ ഫെസിലിറ്റി മുതൽ യുറേനിയം അയിരിനെ യുറേനിയം ഹെക്സാഫ്ലൂറൈഡ് ആക്കി മാറ്റാനുള്ള ശേഷി വരെ ഇവിടുത്തെ ആണവ നിലയത്തിനുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ ഒരു പ്രധാന മേഖലയാണിവിടം. ഇറാന്റെ ആണവോർജത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതും ഇസ്ഫഹാൻ തന്നെ. നതാൻസിനൊപ്പം നിൽക്കുന്ന ഇറാന്റെ മറ്റൊരു ആണവ കേന്ദ്രമാണ് ഫോർദോ. പർവ്വതങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഫോർദോ യുറേനിയം സമ്പുഷ്ടീകരണത്തിനായുള്ള ഭൂമിക്കടിയിലെ ആഴത്തിലുള്ള ആണവ നിലയമാണ്. ദുർഘടമേറിയ മേഖല ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആക്രമിക്കാനും അട്ടിമറിക്കാനും വളരെ പ്രയാസമാണ്. സമാധാനം പുനഃസ്ഥാപിക്കാനാണ് തങ്ങൾ ഈ ആക്രമണം നടത്തിയതെന്ന് ബോംബാക്രമണത്തിന് ശേഷം ട്രംപ് ലോകത്തോട് പറഞ്ഞു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായ ഈ 3 മേഖലകളിലുള്ള US ആക്രമണം ഒരു വലിയ താക്കീതാണ്. അമേരിക്കയുടെ ആക്രമണത്തിന് ശേഷം ട്രംപിനെ അഭിനന്ദിച്ച് നെതന്യാഹുവും പ്രതികരിച്ചിരുന്നു. എന്തായിരിക്കാം ഇറാൻ കരുതി വച്ചിരിക്കുന്നത്? ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ്.